ഹലോ ഗൈസ്, നാരിയോ നമ്മളിന്നൊരു യാത്ര പോകും. എൻ്റെ ഈ സ്കൂട്ടറിൽ എൻ്റെ കൂട്ടുകാരനെയും കൂട്ടി കാസർഗോഡ് തെയ്യം കാണാൻ പോകും. ചവും മാഗി വെള്ളവും വണ്ടിയുടെ ചാർജറെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി പോണ വഴി ഒരു ബെഡും വാങ്ങിയിട്ട് വണ്ടി കെട്ടി. പിന്നെ ഒരു 70 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമ്മുടെ കോഴിക്കോട് ചാർജിങ് സ്റ്റേഷനിലെത്തി. വണ്ടി ചാർജ് ചെയ്യാൻ വന്നോട് കുറച്ച് സംസാരിച്ച് നമ്മുടെ വണ്ടിയും ചാർജാക്കി നമ്മൾ 100 കിലോമീറ്റർ അപ്പുറത്ത് കിടന്ന് കണ്ണൂരിലുള്ള ചാർജിങ് സ്റ്റേഷനിൽ ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ യാത്ര പോയി. ഒരു 70 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നഗ്നസത്യം ഞാൻ മനസ്സിലാക്കിയത്. വണ്ടി അവിടെ എത്തൂല. ഷിറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു നിന്നപ്പോഴാണ് നമ്മുടെ വടകരയിൽ തന്നെ വണ്ടിയുടെ ഷോറൂം ഉണ്ട്. അപ്പൊ നേരെ ഷോറൂം പോയി വണ്ടി കുത്തിയിട്ടു. 2 മണിക്കൂർ പോസ്റ്റ്. ഈ 2 മണിക്കൂർ കുത്തിവെച്ചാലും നമ്മൾ അവിടെ എത്തുന്നു. പക്ഷെ ഇതിലാണ് വലിയൊരു ഡിസ്റ്റ്. വണ്ടി വഴി കിടന്ന് ഓഫായി. എന്നാലും നമ്മൾ എങ്ങനെയൊക്കെയോ ചാർജിങ് സ്റ്റേഷനിൽ എത്തി. വണ്ടി ചാർജാക്കി ഇറങ്ങാൻ നേരം പറയാം വിശക്കണം. ഇത് കേട്ടപ്പോ പിന്നെ ഒന്നും നോക്കില്ല. നേരെ വിശപ്പ് മാറ്റാൻ പിടിച്ച സ്ഥലം പയ്യാമ്പലം ബീച്ചിലെത്തിയപ്പോ രാത്രി 1 മണി. ഡിക്കിയിലെ സ്റ്റവും മാഗിയും വെള്ളവും ഒക്കെ എടുത്ത് നമ്മൾ നേരെ ബീച്ചിന്റെ താഴത്തേക്ക് ഇറങ്ങും. കൈ കിട്ടൊരു മരക്കഷ്ണം കുത്തിവെച്ച് അതിന്റെ മേലെ ഗ്യാസും വെച്ച് ലെവലാക്കി ഗ്യാസ് ഓണാക്കി പാത്രം വെച്ച് വെള്ളം ഒഴിച്ച് അതിൽ മസാല ഇട്ടു, പിന്നെ മാഗി ഇട്ട് അതങ്ങോട്ട് സെറ്റാക്കി മാറ്റി. പിന്നെ ഒരു ചൂട് കട്ടൻ അങ്ങോട്ടുണ്ട്. അത് 2 ഗ്ലാസ്സിലാക്കി നേരെ ബീച്ചിൽ പോയി മാഗിയും കൂട്ടിയിട്ട് കടലും നോക്കിയിട്ട് അങ്ങോട്ട് തിന്നു. എന്താ ഒരു ടേസ്റ്റ് നൈപ്പിന്റെ ഇവരെ. എന്തായാലും സാധനങ്ങളൊക്കെ നമ്മൾ തിരിച്ച് ഡിക്കി തന്നെ കയറ്റി നമ്മൾ നേരെ കാസർഗോഡ് പോകാനാണ് പ്ലാൻ. എന്നാലും നമ്മൾ പോണ ഏരിയ കുറച്ച് കാടായതുകൊണ്ടും ഇവിടം വിട്ട കാസർഗോഡ് വല്ല ചാർജിങ് സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ടും അടുത്ത ഏതാണോ ഷോറൂം ഉള്ളത് അവിടെ പോയി വണ്ടി കുത്തിച്ച് അവിടെ റെസ്റ്റ് ആക്കാനാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ പോയപ്പോഴാണ് നമ്മൾ പയ്യന്നൂരിന്റെ ഷോറൂം ഉണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മളെ പെട്ടെടുത്ത് അവിടെ വിരിച്ച് വണ്ടിയും കുത്തിച്ച് നമ്മൾ അവിടെ കാണും. പിന്നെ കഥ തീർന്നില്ല കേട്ടോ, ബാക്കി പിന്നാലെ വരുന്നുണ്ട്.